ഡ്രൈവിംഗ് ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കാർ ഡ്രൈവ് ചെയ്യാനുള്ള പേടിയും വെപ്രാളവും ഒക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനുള്ള വളരെ സിമ്പിളായ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഡ്രൈവ് ചെയ്യാൻ നന്നായി പഠിച്ചതിന് ശേഷവും ഡ്രൈവ് ചെയ്യാൻ നന്നായി അറിയാമായിരിക്കും, പക്ഷേ കാറ് റോഡിലേക്ക് എടുക്കുന്ന സമയത്ത് ഭയങ്കരമായൊരു പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു. ഹാർട്ട് ബീറ്റ് ഭയങ്കരമായി റേസ് ആവുന്നു, ഭയങ്കരമായി ഹാർട്ട് അടിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു ഭയം, നിങ്ങളെ ഈ ഒരു വെപ്രാളം നിങ്ങളെ ശരിയായി വളരെ സമാധാനത്തോടുകൂടി കാർ ഡ്രൈവ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പൊതുവായി ബിഗിനേഴ്സായ ആളുകൾക്കും അതുപോലെ തന്നെ കാർ ഡ്രൈവിംഗ് ഒക്കെ നല്ലവണ്ണം പഠിച്ച ശേഷവും കാർ റോഡിലേക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വെപ്രാളവും പേടിയും ഉണ്ടാവുന്ന ഒരുപാട് ആളുകളുണ്ട്. പല ആളുകളും ഇതുപോലെ വെപ്രാളവും പേടിയൊക്കെ തുടർച്ചയായി ഉണ്ടാവുന്ന സമയത്ത് കാർ ഡ്രൈവിംഗിൽ നിന്ന് വിട്ടുനിൽക്കും, കാർ ഡ്രൈവ് ചെയ്യണ്ട എന്ന് വെക്കും. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് കാർ ഡ്രൈവ് ചെയ്യുക തന്നെയാണ്. ഇങ്ങനെയുള്ള വെപ്രാളവും ഭയമൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരുപാട് രീതികളുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള വെപ്രാളത്തെയും പേടിയൊക്കെ പെട്ടെന്ന് മാറ്റാനുള്ള രണ്ട് സിമ്പിളായ ട്രിക്കുകളാണ്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഭയവും വെപ്രാളവും ഉണ്ടാവുന്ന സമയത്ത് ഒരു മനുഷ്യനുണ്ടാവുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ആ സമയത്തെ ബ്രീത്തിങ്ങിൽ, ശ്വാസോച്ഛ്വാസ രീതിയിൽ വളരെ മാറ്റമുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ സമാധാനപരമായിരിക്കുന്ന സമയത്ത്, നോർമലായി എങ്ങനെയാണോ ഒരാൾ ഇരിക്കുന്നത് ആ സമയത്തുണ്ടാവുന്ന ശ്വാസോച്ഛ്വാസ രീതിയും അതേസമയം അയാൾക്ക് ഭയമുണ്ടാവുന്ന സമയത്തുണ്ടാവുന്ന ശ്വാസോച്ഛ്വാസ രീതിയും തമ്മിൽ വളരെയധികം മാറ്റമുണ്ടായിരിക്കും. ഭയം മുതലായ വികാരങ്ങൾ മനുഷ്യനിൽ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായി അയാളുടെ ബ്രീത്തിങ്ങിൽ വ്യത്യാസമുണ്ടാവുന്നു. ഇതേപോലെ തന്നെ ബോധപൂർവം ഒരാൾക്ക് അയാളുടെ ശ്വാസോച്ഛ്വാസ രീതിയെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ തീർച്ചയായും അയാൾക്ക് പെട്ടെന്നുണ്ടാവുന്ന ഇതുപോലുള്ള ഭയം, വെപ്രാളം തുടങ്ങിയ വികാരങ്ങളെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ കാർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തുണ്ടാവുന്ന ഭയവും വെപ്രാളവും മാറാനായി ചെയ്യേണ്ട ആദ്യത്തെ സിമ്പിളായൊരു ട്രിക്ക് എന്ന് പറയുന്നത് ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ്. കാർ ഡ്രൈവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അതിനുവേണ്ടി ആദ്യം തന്നെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനുശേഷം ശ്വാസം നിങ്ങൾ നോർമലായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതലായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതുപോലെ തന്നെ റിലാക്സ് ആയിക്കൊണ്ട് തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 5 തവണ ചെയ്തതിന് ശേഷം അടുത്തായി ചെയ്യേണ്ടത് ശ്വാസത്തെ കുറച്ചുകൂടി ദീർഘമായി ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം റിലാക്സ് ആയിക്കൊണ്ട് തന്നെ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. അത് ഒരു 5 തവണ കൂടി ആവർത്തിക്കുക. ഇങ്ങനൊരു 10 തവണ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത ശേഷം നിങ്ങൾ കാറ് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. കാറ് ഡ്രൈവ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസം വേണം. എനിക്ക് നല്ല രീതിയിൽ കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നല്ലൊരു വിശ്വാസത്തോടു കൂടി വേണം കാറ് ഡ്രൈവ് ചെയ്യാൻ ആരംഭിക്കാൻ. ഇനി കാറ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ വെപ്രാളവും പേടിയും തോന്നുകയാണെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ ശ്വാസത്തെ ഒന്ന് കുറച്ചുകൂടി ശ്വാസം കൂടുതലായി എടുക്കാനും റിലാക്സ് ആയി എടുക്കാനും ബോധപൂർവം ശ്രമിക്കണം. ഇങ്ങനെ ബോധപൂർവം നിങ്ങൾ ശ്വാസത്തെ ഭയം വരുന്ന സമയത്ത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഭയം എന്ന വികാരത്തെ നിങ്ങൾക്ക് പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഇല്ലാതാക്കാൻ സാധിക്കും. ഇത് 100% റിസൾട്ടുള്ള നല്ലൊരു പവർഫുള്ളായ ഒരു ടെക്നിക്ക് തന്നെയാണ്. കാറ് ഡ്രൈവ് ചെയ്യാനുള്ള പേടിയും വെപ്രാളവും മാത്രമല്ല, മറ്റേതൊരു ഭയത്തെയും ഈ ഒരു രീതിയിൽ നേരിടുകയാണെങ്കിൽ ആ ഭയം എന്ന വികാരത്തെ പൂർണ്ണമായും കൺട്രോളിൽ വരുത്താൻ സാധിക്കും. ഭയമുണ്ടാകുമ്പോൾ സാധാരണയായി അതൊരാളുടെ ശ്വാസോച്ഛ്വാസത്തെ ആദ്യം തകിടം മറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഹാർട്ട് ബീറ്റ് റേസ് ആവുകയും പിന്നെ ആ ഒരു വികാരം, ഭയമെന്ന വികാരം ആ ഒരു മനുഷ്യനെ തന്നെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലെത്തും. ഇവിടെ ബോധപൂർവം ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിലൂടെ ഭയത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഭയത്തെ ഇല്ലാതാക്കി ധൈര്യമായി തന്നെ ഡ്രൈവ് ചെയ്യാൻ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഒരു പോസിറ്റീവായ അഫർമേഷൻ കൂടി ഉരുവിടുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ധൈര്യമായി, കുറച്ചുകൂടി ഒരു റിലാക്സായി നിങ്ങൾക്ക് കാറ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും.
അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പോസിറ്റീവായ ഒരു അഫർമേഷൻ ശരിക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ധൈര്യമായി എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. തുടർച്ചയായി ഇങ്ങനെയുള്ള അഫർമേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുകയും പിന്നീട് അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ തന്നെ ശരിക്കും പോസിറ്റീവായ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അഫർമേഷൻസിൻ്റെ സഹായവും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ എഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകരിക്കുമെങ്കിൽ അവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് ആയ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.